നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ പരാതി KPCC പോലീസിന് കൈമാറിയതെന്ന് പരിഹസിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നിരിക്കുകയാണ്. വിഷയത്തിൽ കോൺഗ്രസിലെ സ്ത്രീ ലംബടന്മാർ എന്നാണ് കാട്ടുകൂട്ടുന്നതെന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നു. ഇരയായവർ പ്രകടിപ്പിച്ച ആശങ്കകൾ നോക്കിയാൽ മനസ്സിലാകും എന്തുകൊണ്ടാണ് അവർ പരാതിയുമായി മുന്നോട്ട് വരാത്തത്. അക്കാര്യം ഗൗരവമായി പരിശോധിക്കണം. നിങ്ങളെ കൊന്നു തള്ളുമെന്നാണ് ഭീഷണി. നിസ്സഹായ അവസ്ഥയിലുള്ള അത് പുറത്തു പറയുവാൻ ഭയപ്പെടുകയാണ്. ജീവൻ അപകടത്തിലാകുമെന്നവർ ഭയപ്പെടുന്നു. വന്നതിനേക്കാൾ അപ്പുറമുള്ള കാര്യങ്ങളും ചിലപ്പോൾ പുറത്തു വന്നേക്കാമെന്ന് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകുകയാണ്. യഥാർത്ഥ ലൈംഗിക വൈകൃത കുറ്റവാളികൾ നാടിനു മുന്നിൽ വന്ന് വെൽ ഡ്രാഫ്റ്റഡ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുവാൻ ശ്രമിച്ചാൽ പൊതുസമൂഹം അംഗീകരിക്കില്ലെന്ന് മുഖ്യമന്ത്രി പറയുന്നു. സ്ത്രീ ലംബടന്മാർക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന ജീർണതയാണ് കോൺഗ്രസ് പിൻപറ്റുന്നതെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആരോപിച്ചത്. അതിജീവിതമാരെ കടന്നാക്രമിക്കുകയാണ്. ക്രിമിനൽ സംഘത്തോടൊപ്പം കോൺഗ്രസ് നേതൃത്വവും ചേരുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. സിനിമാ നടിക്ക് നേരെ നടന്ന ആക്രമണത്തിൽ UDF കൺവീനർ ഉൾപ്പെടെ അതിജീവിതയ്ക്കെതിരായി പ്രതികരിക്കുകയും ദിലീപിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. സർക്കാർ അപ്പീൽ പോകുന്നതിനെ പരിഹസിച്ചു, പിന്നീട് തിരുത്തി. പക്ഷേ എങ്ങനെ തിരുത്തിയിട്ടും ശരിയാകുന്നില്ല. UDF വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അതിജീവിതമാരുടെ ആക്ഷേപങ്ങളും പരാതികളും ഉയരുമ്പോൾ അത് ബോധപൂർവം ഉണ്ടാകുന്നതാണെന്നാണ് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലെ ന്യായീകരിക്കുവാൻ ജീർണമായ നിലപാട് സ്വീകരിക്കുന്നു. രാഹുലിനെതിരെ ഇനിയും പരാതികൾ വരും. ഈ തെരഞ്ഞെടുപ്പിൽ യാതൊന്നും പറയാൻ UDFനുണ്ടായില്ല. ശബരിമല വോട്ടിനെ ബാധിക്കില്ല എന്ന് AK ആന്റണി പോലും പറയുന്ന നിലയിലേക്ക് എത്തി. ലീഗ് വർഗീയതയിലേക്ക് നീങ്ങുകയാണ്. ജനക്ഷേമപരമായ കാര്യങ്ങളുമായാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ അനുകൂല തരംഗമുണ്ടാകുമെന്നും ഗോവിന്ദൻ പറയുന്നു. എന്നാൽ കോൺഗ്രസിനെതിരായ മുഖ്യമന്ത്രിയുടെ സ്ത്രീ ലംബടൻ പരാമർശത്തിൽ വ്യാപക വിമർശനമാണ് ഉയർന്നത്. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവരാണ് രംഗത്തെത്തിയത്. മന്ത്രിസഭയിൽ ലൈംഗിക അപവാദ കേസിൽപ്പെട്ട എത്ര പേരുണ്ടെന്ന് എണ്ണി നോക്കിയാൽ നന്നായിരിക്കുമെന്നും VD സതീശൻ പറയുന്നു. PT കുഞ്ഞുമുഹമ്മദിനെതിരെ പരാതി ഉയർന്നപ്പോൾ മുഖ്യമന്ത്രി പൂഴ്ത്തിവെച്ചു. 12 ദിവസത്തോളം പരാതി കയ്യിൽ വെച്ച് മുഖ്യമന്ത്രി എന്തു ചെയ്തുവെന്നാണ് സതീശൻ ചോദിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ സ്ത്രീലംബട പരാമർശം അല്പത്തരമെന്നായിരുന്നു K സുധാകരൻ MV പറഞ്ഞത്. മുഖ്യമന്ത്രി തന്നെ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയാൽ എന്തു ചെയ്യുമെന്നും K സുധാകരൻ പറയുന്നു. കോൺഗ്രസിനെതിരായ പ്രസ്താവന മുഖ്യമന്ത്രി പിൻവലിക്കണമെന്നായിരുന്നു KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ പറഞ്ഞത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ചേർന്ന പ്രസ്താവനയല്ല മുഖ്യമന്ത്രി നടത്തിയത്. അന്തസ്സും മാന്യതയും ഉണ്ടെങ്കിൽ പ്രസ്താവന മുഖ്യമന്ത്രി പിൻവലിക്കണം. CPIM സംസ്ഥാന നേതാവിനെ പോലെയാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. വളരെ മോശമായ പെരുമാറ്റമാണിത്. മുഖ്യമന്ത്രി പറഞ്ഞ പോലുള്ള ആളുകൾ CPIMൽ നിരവധിയാണ്. അവരെ കുറിച്ച് എഴുതുവാൻ 100 പേജിൽ പുസ്തകം മതിയാകില്ലെന്നും AP അനിൽകുമാർ കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രി ഇത്തരത്തിൽ പലതും പറയുമെന്നായിരുന്നു UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞത്. ഇതിനൊന്നും മറുപടി പറയേണ്ട ആവശ്യമില്ലെന്നും അടൂർ പ്രകാശ് പറയുന്നു. മുഖ്യമന്ത്രിക്ക് സ്വല്പം ആത്മാർത്ഥതയുണ്ടെങ്കിൽ സ്വന്തം പാർട്ടിയിൽ ആരോപണ വിധേയർക്കെതിരെ നടപടിയെടുക്കണമെന്നായിരുന്നു KK രമ MLAയുടെ പ്രതികരണം. മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രതികരണം രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി സ്ത്രീകളെ ഉപയോഗിക്കുന്നതായി മാത്രമേ കാണാൻ സാധിക്കൂ. സ്ത്രീ സമൂഹത്തിന് അനുകൂലമായ പ്രസ്താവനയെ കാണാൻ കഴിയില്ലെന്നും KK രമ പറയുന്നു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്ന KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതികരണം തള്ളി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്ത് വരികയായിരുന്നു. രണ്ടാമത്തെ പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കരുതുന്നില്ലെന്നായിരുന്നു VD സതീശന്റെ പ്രതികരണം. കോൺഗ്രസ് പുറത്താക്കിയ MLAക്കെതിരെ പരാതി ലഭിച്ചപ്പോൾ അപ്പോൾ തന്നെ DGPക്ക് കൈമാറിയെന്ന് VD സതീശൻ പറയുന്നു. ഇന്നലെയായിരുന്നു സണ്ണി ജോസഫിന്റെ വിവാദ പരാമർശം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ പരാതിക്ക് പിന്നിൽ ലീഗൽ ബ്രെയിൻ ഉണ്ടെന്നതായിരുന്നു സണ്ണി ജോസഫ് പറഞ്ഞത്. പരാതി വെൽ ഡ്രാഫ്റ്റഡ് ആണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. മാധ്യമങ്ങൾക്ക് നൽകിയ ശേഷമാണ് പരാതി തന്നിലേക്ക് എത്തുന്നത്. അതിന്റെ ഉദ്ദേശം അറിയാമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോടായിരുന്നു സണ്ണി ജോസഫിന്റെ ഈ പ്രതികരണം ഉണ്ടായത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് ദിനമായ ഇന്നും സണ്ണി ജോസഫ് നിലപാട് ആവർത്തിച്ചു. പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വിലയിരുത്തുന്നതായിരുന്നു സണ്ണി ജോസഫ് പറഞ്ഞത്. നിയമത്തിന്റെ വഴിക്ക് പോകും. രണ്ടാമത്തെ പരാതിക്ക് പിന്നിൽ ലീഗൽ ബ്രെയിൻ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്നും വിലയിരുത്താൻ. പരാതി എനിക്ക് കിട്ടുന്ന സമയത്ത് തന്നെ മാധ്യമങ്ങൾക്കും കിട്ടിയല്ലോ. ആസൂത്രിതമായ പരാതിയാണത്. എന്തായിരുന്നു അതിന്റെ ലക്ഷ്യം? കോടതി വിധി ഞാൻ കണ്ടു. ജനങ്ങൾ വിലയിരുത്തുമെന്ന് സണ്ണി ജോസഫ് പറയുന്നു. KPCC പ്രസിഡന്റിന്റെ പരാമർശത്തിനെതിരെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ വ്യാപക വിമർശനം ഉയർത്തുകയായിരുന്നു. ഇതിനിടെയാണ് വാർത്താസമ്മേളനത്തിൽ സണ്ണി ജോസഫിനെ തള്ളി VD സതീശൻ രംഗത്തെത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും സതീശൻ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. PT കുഞ്ഞുമുഹമ്മദിനെതിരെ ഒരു സ്ത്രീ പരാതി നൽകിയിട്ട് മുഖ്യമന്ത്രി 13 ദിവസം മൂടിവെച്ചുവെന്നായിരുന്നു സതീശൻ പറഞ്ഞത്.
മുഖ്യമന്ത്രി നിലവാര തകർച്ചയിലാണ്. മുഖ്യമന്ത്രിക്ക് സമരങ്ങളോട് പുച്ഛമാണ്. പഴയ കമ്മ്യൂണിസ്റ്റിൽ നിന്ന് പുതിയ ബൂർഷ്വായിലേക്ക് മുഖ്യമന്ത്രി മാറി. മുഖ്യമന്ത്രി തീവ്ര വലതുപക്ഷമാണ്. സരിത കേസിൽ സെക്രട്ടേറിയറ്റ് വളഞ്ഞ സമരം മാത്രമേ മുഖ്യമന്ത്രിയുടെ ഓർമ്മയിൽ കാണുമെന്നും സതീശൻ പറയുന്നു. UDF ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്നാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പരാമർശത്തിനും സതീശൻ മറുപടി നൽകി. 42 വർഷം ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടവരാണ് CPIM-ഉം LDF-ഉം എന്നും സതീശൻ കുറ്റപ്പെടുത്തി. PT കുഞ്ഞുമുഹമ്മദിനെ രക്ഷിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കാലമായിട്ടും ഇരട്ട നീതി കാണിക്കുന്നുവെന്നുമാണ് സതീശൻ പറഞ്ഞത്. വിദ്യാസമ്പന്നയായ ഒരു യുവതി പരാതി നൽകിയിട്ടും മറുപടിയില്ലെന്ന് VD സതീശൻ കുറ്റപ്പെടുത്തുന്നു. ഇത്തവണ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് VD സതീശനുമാണ് രണ്ട് അഭിപ്രായം പരസ്യമായി പറഞ്ഞ് ഏറ്റുമുട്ടിയിരിക്കുന്നത്. 2 ബലാത്സംഗ കേസുകൾ വന്നിട്ടും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടും KPCC നേതൃത്വം ഒരു വശത്തും പ്രതിപക്ഷ നേതാവ് മറുവശത്തു നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ പേരിൽ ഏറ്റുമുട്ടുകയാണ്. തെരഞ്ഞെടുപ്പ് ദിവസമാണെന്ന് പോലും ഓർക്കാതെയാണ് ഇതെല്ലാം നേതാക്കൾ നടത്തുന്നത്. ആരോപണം വന്നപ്പോൾ സസ്പെൻഡ് ചെയ്തെന്നും വീണ്ടും പരാതി വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്താക്കിയെന്നുമാണ് വീമ്പ് പറഞ്ഞു നടക്കുന്ന കോൺഗ്രസിൽ നിന്ന് തന്നെ ഈ വിരുദ്ധ അഭിപ്രായങ്ങൾ ഉയർന്നത്. രാവിലെ സണ്ണി ജോസഫ് തന്നെയാണ് ഈ വിഷയം എടുത്തിട്ടത്. അനാവശ്യമായ രാഹുൽ മാങ്കൂട്ടത്തില പിന്തുണ നൽകുന്ന സ്വരത്തിൽ സംസാരിച്ചു. രണ്ടാമത്തെ പരാതി ആസൂത്രിതവും രാഷ്ട്രീയ പ്രേരിതവുമാണ്. പരാതിക്ക് പിന്നിൽ ലീഗൽ ബ്രെയിൻ ഉണ്ട്. വെൽ ഡ്രാഫ്റ്റഡ് പെറ്റീഷനാണ് ലഭിച്ചെന്നും സണ്ണി ജോസഫ് പറയുന്നു. പിന്നാലെ മുഖ്യമന്ത്രി ഈ പരാമർശം രാഷ്ട്രീയ ആയുധമാക്കി. ലൈംഗിക വൈകൃത കുറ്റവാളികളെ വെൽ ഡ്രാഫ്റ്റഡ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ വന്നാൽ പൊതുസമൂഹം അംഗീകരിക്കില്ല. ഇപ്പോൾ വന്നതിനേക്കാൾ അപ്പുറത്തുള്ള കാര്യങ്ങൾ ഇനിയും പുറത്തു വന്നേക്കാമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഫലത്തിൽ തങ്ങളെ അടിക്കാനുള്ള വടി CPM-ന് നൽകുകയാണ് KPCC പ്രസിഡന്റ് ചെയ്തത്. പിന്നാലെ മാധ്യമങ്ങളെ കണ്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്റെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞു. ബലാത്സംഗ പരാതി വെൽ ഡ്രാഫ്റ്റഡ് പരാതി തന്നെയാണെന്നും അത് അങ്ങനെ തന്നെയാണ് നൽകേണ്ടതെന്നും അതിൽ ഒരു തെറ്റുമില്ലെന്ന് VD സതീശൻ പറയുന്നു. പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കരുതുന്നില്ല എന്നും സതീശൻ പറയുന്നു. ഫലത്തിൽ പാർട്ടിയും പ്രതിപക്ഷ നേതാവും രണ്ട് അഭിപ്രായം പറയുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ മാറി മറിയുന്നത്. പുറത്താക്കിയിട്ടും കോൺഗ്രസിനുള്ളിൽ KPCC പ്രസിഡന്റ് പോലും രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണയ്ക്കുന്നുവെന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് ദിവസം ഉന്നയിക്കാതെ ഈ വിഷയം പറഞ്ഞ നേതാക്കൾ ഏറ്റുമുട്ടുകയാണ്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രതിയായ ആദ്യ ലൈംഗികാതിക്രമ കേസിലെ രണ്ടാം പ്രതി ജോബി ജോസഫ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിലാണ് ഹർജി നൽകിയത്. രാഹുലിന്റെ സുഹൃത്താണ് ഈ ജോബി ജോസഫ്. രാഹുലിന്റെ നിർദ്ദേശപ്രകാരം ഗർഭചിത്രത്തിനുള്ള ഗുളിക കൈമാറിയത് ജോബി എന്നാണ് യുവതിയുടെ മൊഴി. എന്നാൽ യുവതി ആവശ്യപ്പെട്ട പ്രകാരമാണ് ഇത്തരത്തിൽ ഗുളിക എത്തിച്ചു നൽകിയതെന്നും മരുന്നിനെ കുറിച്ച് തനിക്ക് ഒരറിവും ഉണ്ടായിരുന്നില്ല എന്നുമാണ് ജോബി വ്യക്തമാക്കുന്നത്. ജോബി ജോസഫും ഒളിവിലാണ്. കേസ് പരിഗണിക്കുന്നത് 17ലേക്കാണ് മാറ്റിയിരിക്കുന്നത്.